സാർ, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷാവസ്ഥ അത് നിലനിന്നപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനത്തെ തകർത്തിരുന്നു. HQ-9 എന്ന് പറഞ്ഞ ചൈനീസ് സംവിധാനം. ഈ സംവിധാനത്തെ തകർക്കുന്നതിൽ ഒരു പാക് പട്ടാള ഉദ്യോഗസ്ഥൻ്റെ സഹായവും കിട്ടിയെന്ന് പറഞ്ഞാലോ? ഇത് വെളിപ്പെടുത്തിയിരിക്കുന്നത് ടോം കൂപ്പർ എന്ന് പറഞ്ഞ പ്രസിദ്ധനായ സൈനിക ചരിത്രകാരൻ ആണ്, മിലിറ്ററി ഹിസ്റ്റോറിയൻ. ആ ടോം കൂപ്പർ മുമ്പും നമ്മൾ ടോം കൂപ്പറിനെ പറ്റി ചർച്ച ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഉപഗ്രഹ ചിത്രങ്ങൾ നോക്കിയിട്ട് ആദ്യഘട്ടത്തിൽ തന്നെ ഇന്ത്യ ഇത്രയും വ്യോമതാവളങ്ങൾ ആക്രമിച്ചിട്ടുണ്ട്. അനാലിസിസ് ചെയ്യാൻ വിദഗ്ധനാണ്, കാരണം അദ്ദേഹത്തിന്റെ ജോലി അതാണല്ലോ. അപ്പൊ അദ്ദേഹം വെളിപ്പെടുത്തിയിരിക്കുന്നതാണിത്. അതായത് പാകിസ്ഥാന്റെ ഒരു എയർ ഡിഫൻസ് ഓഫീസർ, ആളുടെ പേര് പറഞ്ഞിട്ടില്ല, ഒരു വ്യോമ പ്രതിരോധ ഓഫീസർ എന്ന് പറഞ്ഞാൽ പാകിസ്ഥാന്റെ വ്യോമസേനയിലെ ഒരു ഓഫീസർ സോഷ്യൽ മീഡിയയിൽ വെളിപ്പെടുത്തിയ ഒരു കാര്യം വെച്ചിട്ട് നമ്മൾ കണ്ടെത്തുകയാണ് എവിടെയാണ് ഈ വ്യോമ പ്രതിരോധ സംവിധാനം ഉള്ളത് എന്ന്. ഈ എയർ ഡിഫൻസ് ഓഫീസർ പാകിസ്ഥാൻ്റെ അയാൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഈ ചൈനീസ് HQ-9 ലോങ് റേഞ്ച് മിസൈൽ യൂണിറ്റിൻ്റെ അടുത്ത് നിൽക്കുന്ന ഒരു ചിത്രം, പലരും പൊങ്ങച്ചത്തിന് പല ചിത്രങ്ങളും പോസ്റ്റ് ചെയ്യുമല്ലോ. അപ്പോൾ അയാൾ HQ-9 അടുത്ത് നിൽക്കുന്ന ഒരു ചിത്രം പോസ്റ്റ് ചെയ്തിരുന്നു സോഷ്യൽ മീഡിയയിൽ. ആ ചിത്രം വെച്ചിട്ട് നമ്മുടെ ഇൻ്റലിജൻസ്, ഇന്ത്യയുടെ, ഇത് എവിടെയാണ് ഈ HQ-9, ഇയാൾ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഈ HQ-9 എവിടെയാണെന്ന് നമ്മൾ ചിത്രം വെച്ച് കണ്ടെത്തുകയാണ് ചെയ്തത്. എന്നിട്ട് നമ്മൾ ആക്രമിച്ചു. അപ്പോൾ ഈ ക്രിട്ടിക്കൽ എയർ ഡിഫൻസ് സിസ്റ്റം ആണത്. അത് ആ പോസ്റ്റിൽ അയാൾ വെളിപ്പെടുത്തി, ഈ എയർ ഡിഫൻസ് ഓഫീസർ. ഈ ഓഫീസർ HQ-9 കൂടെ നിൽക്കുന്ന ചിത്രം നമ്മൾ നോക്കിയിട്ട്, ഇത് കറാച്ചിയുടെ സ്റ്റീൽ ടൗണായ ഈ ഹഫ്ത ബസാർ, അവിടെ ഹഫ്ത ബസാർ ഗ്രൗണ്ടിൽ ആണ് ഈ നിൽക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഹഫ്ത ബസാർ ഗ്രൗണ്ടിലാണ് ഈ വ്യോമ പ്രതിരോധ സംവിധാനം ചൈനയുടെ HQ-9 എന്നുള്ളത്. ആ ചിത്രം നോക്കി അതിൽ ഡാറ്റ കറക്റ്റായിരുന്നു. ആ ചിത്രത്തിൽ പ്രിസൈസ്, അത് കൃത്യമായ ലൊക്കേഷൻ ഡാറ്റ അതിൽ നിന്ന്, ആ ചിത്രത്തിൽ നിന്ന് കിട്ടി. അതായത് 24°52 09N, പിന്നെ 67°20 20E അങ്ങനെ കൃത്യമായ ഡാറ്റ ചിത്രത്തിൽ നിന്ന് നമുക്ക് കിട്ടി. എന്നിട്ട് ഈ HQ-9 ചൈനയുടെ വ്യോമ പ്രതിരോധ സംവിധാനം എവിടെയാണ് പാകിസ്ഥാനിൽ നിൽക്കുന്നത്, അതായത് ഈ കറാച്ചിയിലെ ഹഫ്ത ബസാർ ഗ്രൗണ്ടിലാണ് എന്നുള്ളത് വ്യക്തമായി. അങ്ങനെയാണ് നമ്മൾക്ക് കൃത്യമായി ഇതെവിടെ നിൽക്കുന്നു എന്ന് കണ്ടിട്ട് നമുക്ക് മിസൈൽ പ്രയോഗിക്കാനായിട്ട് പറ്റുന്നത്. നമ്മുടെ ഇൻ്റലിജൻസ് ഏജൻസീസ് ഓപ്പൺ സോഴ്സ് ഇൻ്റലിജൻസ് OSINT ആ രീതികൾ, മെത്തേഡ് ഉപയോഗിച്ചു എന്നാണ് ടോം കൂപ്പർ പറയുന്നത്. ഓപ്പൺ സോഴ്സ് ഇൻ്റലിജൻസ് നമ്മൾ ഉപയോഗിച്ചു, നമ്മുടെ ഇൻ്റലിജൻസ് ഏജൻസീസ്. ഈ മിസൈൽ ബറ്റാലിയൻ കറാച്ചി, അതായത് കറാച്ചി തുറമുഖ നഗരമാണല്ലോ, ആ നഗരത്തിൻ്റെ സുരക്ഷ ഈ മിസൈൽ ബറ്റാലിയനാണ് എന്നുള്ളത് വ്യക്തമായി. കാരണം തുറമുഖ നഗരത്തിൽ HQ-9 നിൽക്കുന്നു, അവിടെ ഒരു മിസൈൽ ബറ്റാലിയൻ ഉണ്ട്, അതിൻ്റെ സംരക്ഷണത്തിലാണ് കറാച്ചി എന്നുള്ളത് വ്യക്തമായി. എന്നിട്ട് മെയ് 11 ഇന്ത്യ സ്കൈ സ്ട്രൈക്കർ ഡ്രോണുകൾ അയച്ചു. സ്കൈ സ്ട്രൈക്കർ ഡ്രോണുകൾ നമ്മൾ അയക്കുന്നു. നമ്മുടെ തന്നെ നിർമ്മാണത്തിലുള്ളത് ലോയിറ്ററിങ് മ്യൂണിഷൻസ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് അല്ലേ കുറേ നേരം തങ്ങി നിൽക്കുന്ന, പതുങ്ങിയൊക്കെ നിൽക്കുന്ന ഡ്രോണുകൾ ആണ്. കാമിക്കാസി ഡ്രോണുകളാണ്, തിരിച്ചറിയാനായിട്ട് പറ്റത്തില്ല, പ്രയാസമാണ്. അത് ഇസ്രയേൽ കമ്പനിയുമായി ചേർന്നിട്ട് ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ച ഡ്രോൺ ആണ് ഇത്. അപ്പോൾ കറാച്ചി ആക്രമണം, അത് കഴിഞ്ഞിട്ട് കറാച്ചി ആക്രമിക്കാനായിട്ട്, ഈ എയർ ഡിഫൻസ് തകർക്കാനായിട്ട് നമ്മുടെ സേനകൾ ഏകോപിപ്പിച്ച ഒരു ശ്രമം, വ്യോമസേന അല്ലേ, അതെ, നാവികസേന എല്ലാവരും കൂടി ആലോചിച്ചൊരു ഏകോപിപ്പിച്ച പദ്ധതി ഉണ്ടാക്കി.
ലാഹോർ, ഗുജറാത്ത്, അവിടെയൊക്കെ അവർ ഭാഗത്ത് അതിൻ്റെയൊക്കെ അടുത്ത് 2 HQ-9 ബറ്റാലിയൻ കൂടി ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലായി. 2 ബറ്റാലിയൻ കൂടെ കറാച്ചിയിലുണ്ട്, ലാഹോറിലുണ്ട്, ഗുജറാത്തിൻ്റെ അടുത്തും ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇസ്രയേൽ നിർമ്മിത ഹാരോപ്പ്, പിന്നെ പോളിഷ് നിർമ്മിത വാർമേറ്റ് അറ്റാക്ക് ഡ്രോണുകൾ അല്ലേ, ഇതൊക്കെ അയച്ച് നമ്മൾ ശരിയാക്കി. HQ-9 ലോങ് റേഞ്ച് സർഫസ് ടു എയർ മിസൈൽ അടങ്ങിയ സംവിധാനമാണ്. കരയിൽ നിന്ന് ആകാശത്തേക്ക് വിടുന്ന, അതായത് വിമാനങ്ങളെ വെടിവെച്ച് വീഴ്ത്താൻ, ഡ്രോണുകളെ വെടിവെച്ച് വീഴ്ത്താനൊക്കെ ഉള്ള ചൈനയുടെ ആകാശവേധ സംവിധാനമാണ് HQ-9. ആ വിമാനം, മിസൈൽ എന്നിവയ്ക്കെതിരെ 200 കിലോമീറ്റർ റേഞ്ചിൽ കൈകാര്യം ചെയ്യാവുന്ന ഒരു സംവിധാനമാണ് HQ-9 ചൈനയുടെ. അപ്പോൾ കറാച്ചിയിൽ അത് വെച്ചത് തുറമുഖം സംരക്ഷിക്കാനും അത് സംരക്ഷിക്കുന്ന സൈനികർക്ക് സുരക്ഷ ഒരുക്കാനും ആയിരുന്നു. അപ്പോൾ ഈ പാകിസ്ഥാൻ ഓഫീസറുടെ ഈ പൊങ്ങച്ച സോഷ്യൽ മീഡിയ ചിത്രം അത് വെച്ചിട്ടാണ് നമ്മൾ HQ-9 സംവിധാനം തകർത്തത് എന്നാണ് ടോം കൂപ്പർ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഈ ചൈനയുടെ ഈ ആയുധങ്ങൾ, അവരുടെ പ്രതിരോധ സംവിധാനം, ഡ്രോൺ, ഇതെല്ലാം തന്നെ നമ്മൾ കണ്ടുപിടിച്ച് തകർത്തത് ചൈനയ്ക്കും വലിയൊരു നാണക്കേടുണ്ടായി. കാരണം ഇതൊക്കെ ഇന്ന സ്ഥലത്തുണ്ടെന്നും ഇന്ന രീതിയിൽ നമുക്കതിനെ പ്രതിരോധിക്കാൻ കഴിയുമെന്നും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ, കണക്ക് കൂട്ടിയിട്ട് ആക്രമിക്കാൻ കഴിയും. ശരിക്കും പറഞ്ഞാൽ ചൈനയ്ക്ക് ലോകത്തിൻ്റെ മുമ്പിൽ വലിയൊരു നാണക്കേട് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഉപകരണങ്ങൾ അല്ലെങ്കിൽ ആയുധം, പ്രതിരോധ സംവിധാനങ്ങളൊക്കെ കുറച്ചുകൂടി രഹസ്യമാക്കി വെച്ചിട്ട് എതിരാളികളെ കബളിപ്പിക്കുക, അങ്ങനെയല്ലേ ചെയ്യേണ്ടിയിരുന്നത്? രഹസ്യമാക്കി തന്നെയാണ് വെച്ചിരുന്നത്. പക്ഷെ സോഷ്യൽ മീഡിയ പോസ്റ്റ് എന്ന് പറയുന്നത് പരസ്യമാണല്ലോ. നമ്മുടെ ആളുകളും പല ആളുകളും ഈ പൊങ്ങച്ചത്തിന് വേണ്ടിയിട്ട് അവരവരുടെ ചിത്രവും അല്ലേ എവിടെയെങ്കിലും പോയി വിമാനത്തിന്റെ അടുത്ത് നിൽക്കുന്നതും അല്ലേ, നാവികസേനയുടെ അടുത്ത് നിൽക്കുന്നതും, കൊച്ചിയിൽ തന്നെ പോയിട്ട് കപ്പലിന്റെ അടുത്ത് നിൽക്കുന്നതും, അങ്ങനെ ഒരുത്തൻ സോഷ്യൽ മീഡിയയിൽ ചിത്രമൊക്കെ ഇട്ടിട്ടല്ലേ ഷിപ്പ് യാർഡിൽ ഒരുത്തന് ചാരനാണെന്ന് കണ്ടുപിടിച്ചത്. അയാളും ചിത്രങ്ങളൊക്കെ അയച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. ഓരോ സ്ഥലത്തും പോയാൽ നമുക്ക് എന്തോ ഒരു വലിയ സംഭവമാണ്. നമ്മൾ ഓരോ വലിയ ആളുകളുടെ അടുത്ത്, സെലിബ്രിറ്റിയുടെ അടുത്ത് നിൽക്കുന്ന ചിത്രങ്ങൾ അല്ലേ, പീരങ്കികളുടെ അടുത്ത് നിൽക്കുന്ന ചിത്രം, വിമാനത്തിൻ്റെ അടുത്ത്, S-400 അടുത്ത് നിൽക്കുന്ന ചിത്രം, ഇതൊക്കെ നമ്മുടെ പല വ്യോമത്താവളങ്ങളിലും ഇതൊക്കെ. ഇപ്പോൾ മോദി പോയ ആദംപൂർ പഞ്ചാബില്, അവിടെ S-400 ഒന്നും പറ്റിയിട്ടില്ല എന്ന് കാണിക്കാൻ വേണ്ടി കൂടിയാണല്ലോ മോദി ചെന്നത്. പക്ഷെ S-400 ആ വ്യോമത്താവളത്തിലുണ്ട്. അവിടുത്തെ ഓരോ ബട്ടനും S-400 അടുത്ത് നിന്ന് പടം എടുത്തിട്ട് ഇത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരുന്നെങ്കിലോ ആലോചിച്ച് നോക്കൂ. അല്ലേ, ആദംപൂർ വ്യോമത്താവളത്ത് തന്നെ ഭീഷണിയാവുകയാണല്ലോ. അപ്പൊ ഒരു അച്ചടക്കം, ഒരു പെരുമാറ്റം, മര്യാദ, ഇതൊന്നും ഈ പൊട്ടന് എയർ ഡിഫൻസ് ഓഫീസർക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് നമുക്ക് ഗുണമുണ്ടായത്. രണ്ടാമത് സിനിജി ചോദിച്ചത് ചൈന നാണം കിട്ടും എന്നുള്ളത്. കാരണം ചൈന 1962 ശേഷം യുദ്ധത്തിൽ പങ്കെടുത്തിട്ടില്ല ഇന്ന് വരെ. അപ്പോൾ അവരുണ്ടാക്കി വിടുകയും അവരുടെ സിൻഹുവ ന്യൂസ് ഏജൻസി, ഗ്ലോബൽ ടൈംസ്, ഇംഗ്ലീഷിലുള്ള ആഗോള മാധ്യമം, ഇവരൊക്കെ ഇത് ഭയങ്കര സംഭവമാണെന്ന് എഴുതിക്കൊണ്ടിരിക്കും, പബ്ലിസിറ്റി കൊടുക്കും അല്ലേ സ്വയം. അതെ. പിന്നെ ഈ കരയിലും ആകാശത്തും കടലിലും ഒക്കെ ഓടുന്ന അംഫീബിയൻ വെഹിക്കിൾസ് ഉണ്ടാക്കി, ഇമ്മേഴ്സിബിൾ വെഹിക്കിൾ ഉണ്ടാക്കി, കടലിൻ്റെ അടിയിൽ പോയി മറ്റേ അന്തർവാഹിനികളെ മാന്താവുന്ന സംവിധാനം ഉണ്ടാക്കി, കടലിൻ്റെ അടിയിൽ സ്പേസ് സ്റ്റേഷൻ ഉണ്ടാക്കി, ഇങ്ങനെ ഓരോന്ന് അവർ പടച്ചുവിടാറുണ്ട് വാർത്തകൾ. അങ്ങനെ ചെയ്യുമ്പോൾ പക്ഷേ നിർഭാഗ്യവശാൽ ഈ HQ-9 അത് യുദ്ധത്തിൽ പങ്കെടുത്തിട്ടില്ല. PL-15 എന്ന് പറഞ്ഞ അവർ പാകിസ്ഥാന് കൊടുത്ത മിസൈൽ, പിന്നെ യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ച് നോക്കി ഇതായതല്ല അല്ലേ. അപ്പൊ അവർ ആദ്യമായിട്ട് അത് യുദ്ധരംഗത്ത് വരുന്നത് ഇപ്പോൾ പാകിസ്ഥാൻ ഇന്ത്യ സംഘർഷത്തിലായിരുന്നു. അപ്പോൾ അവർ പല രാജ്യങ്ങളും ഇത് കുറച്ച് ചീപ്പൊക്കെ ആയിരിക്കുമല്ലോ ചൈനയിൽ നിന്ന് കിട്ടുമ്പോൾ. അങ്ങനെയാണല്ലോ ഇവിടെ കളിപ്പാട്ടങ്ങളും കാര്യങ്ങളും ഒക്കെ ഉള്ളത്. അപ്പോൾ അങ്ങനെ പല രാജ്യങ്ങളും വാങ്ങിച്ചിരുന്നു. ഇപ്പോൾ ആ രാജ്യങ്ങൾക്കും അയ്യട എന്നായിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു ഗുണമില്ല എന്ന് തെളിയിച്ചു. പാകിസ്ഥാൻ തന്നെ
8 യുദ്ധക്കപ്പലുകൾ വാങ്ങിച്ചതിൽ 6 എണ്ണവും പൊട്ടയാണ്, ഉപയോഗിക്കാൻ കഴിയില്ല എന്ന്, അന്തർവാഹിനികൾ ഉപയോഗിക്കാൻ കഴിയില്ല എന്ന് തിരിച്ചറിഞ്ഞിട്ട് ഇനിയൊന്നും ഇങ്ങോട്ട് തരണ്ടെന്ന് പാകിസ്ഥാൻ തന്നെ അങ്ങോട്ട് പറയുന്ന കാലാവസ്ഥയാണ്. അപ്പോൾ പലതും ഈ കണ്ടം ചെയ്യേണ്ട അവസ്ഥയിലാണ്. നമുക്ക് തന്നെ അറിയാം, എവാക്സ് പാകിസ്ഥാന് 9 എണ്ണം ഉണ്ടായിരുന്നു, ഇപ്പം 5 എണ്ണേ ഉള്ളൂ. കാരണം 4 എണ്ണം ചൈനയുടേത് കഴിഞ്ഞ കൊല്ലം റിട്ടയർ ചെയ്യിച്ചു. ഉപയോഗമില്ല എന്ന് തോന്നിയത് കൊണ്ടായിരിക്കുമല്ലോ. അല്ലെങ്കിൽ അറ്റകുറ്റപ്പണി ചെയ്ത് എവാക്സ് അല്ലേ, വലിയ വിലപിടിപ്പുള്ളതല്ലേ. ആകാശത്തെ കൺട്രോൾ ഹബ്ബല്ലേ എവാക്സ് വിമാനം എന്ന് പറയുന്നത്. അതും 2024 4 എണ്ണം റിട്ടയർ ചെയ്യിച്ചു പാകിസ്ഥാൻ. എന്ന് പറഞ്ഞാൽ ചൈനയിൽ നിന്ന് കിട്ടുന്ന ആയുധമൊന്നും ഗുണമില്ല. ഇപ്പോൾ നമ്മുടേതാണ് ഗുണമുള്ളതെന്ന് കണ്ടിട്ട് നമുക്കിപ്പോൾ ഒരുപാട് വിപണിയിൽ നല്ല വിലയുണ്ട്. നമുക്ക് ചൈനയേക്കാൾ ആയുധത്തിന് ഇത്തിരി വില കൂടുമായിരിക്കും, 500 രൂപയോ 600 രൂപയോ, എന്നാലും കൊടുക്കാൻ തയ്യാറുണ്ട് ആളുകൾ. പ്രോഡക്റ്റിന് ഗുണമേന്മ ഉണ്ടാവും അല്ലേ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.